അപ്പം ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. ഓൾഡ് സോങ്ങാണ്, നമുക്ക് പാടി നോക്കാം. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നു ജീവമേഘം. താരകയോ നീലത്താമരയോ നിൻ താരണിക്കണ്ണിൽ കതിർ ചൊരിഞ്ഞു, സ്വർണ്ണമേഘമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. അങ്ങനെയാണോ? ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു ജീവമേഘം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നു ജീവരാഗം. എന്തൊക്കെയോ ആണ്, എനിക്കറിയില്ല. പക്ഷേ ഞാൻ പാടി, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്തൊരു ഫീലാണ് അല്ലേ നമ്മൾ ആ പാട്ട് പാടുമ്പോൾ, അല്ലെ അത് കേൾക്കുമ്പോൾ. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആ പാട്ടുകൾ മാത്രമാണ് കേട്ട് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിനോടാണൊരിഷ്ടം, ഒരു പ്രണയം, ഒരു സ്നേഹം, ഒരു വാത്സല്യം. എന്താ അതിന് പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളാണ് പണ്ടത്തെ പാട്ടുകളൊക്കെ. പണ്ടത്തെ പാട്ടുകളെന്ന് പറയുമ്പോൾ അത് അർത്ഥമുള്ള വരികളാണ്. ഓരോ വരികൾക്കും അർത്ഥമുണ്ട്. അതായത് അതിൽ ജീവനുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ പാട്ടിൻ്റെ വരികളിലും ഓരോ ജീവൻ തുടിക്കുന്നുണ്ട്. അതാണ് ആ പാട്ടിൻ്റെ വരികളെന്നൊക്കെ പറയണം അല്ലേ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. അതായത് ഒരു എന്താ പറയണ, കാമുകി, ഒരു ഭാര്യ, ഒരമ്മ, ആ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അത് ആ പാട്ട്, ആ വരികൾ. അതെത്ര അർത്ഥമുള്ള വരികളാണല്ലേ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണെപ്പോഴും ഭാര്യ, കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം